ഹലോ അൻസു, ഇത് നിങ്ങളെ ആ തർക്കമുണ്ടായത് ശരിക്കും എപ്പോഴായിരുന്നു? ഒരു 11 മണി ഷാർപ്പ്. ഇന്നലെ രാവിലെ? ഇന്നലെ രാത്രി. അല്ല, ഈ നിങ്ങൾ ചെളി തെറിപ്പിച്ചു എന്ന് പറഞ്ഞ തർക്കമില്ല, അതെപ്പോഴാ? അതും രാത്രിയാണ്? രാത്രി 11 മണിക്ക്. അതിന്റെ പുറകെയാണ് അവര് ഞങ്ങളുടെ കൂടെ വീട്ടിലോട്ട് വന്നത്. എവിടെ വെച്ചായിരുന്നു കൃത്യമായിട്ട്? നമ്മുടെ ആഫ്റ്ററിന്റെ ഫ്രണ്ടിൽ വെച്ച്. എന്താണ് അവിടെ സംഭവിച്ചെന്ന് പറയാമോ? അത് ഞാനും അനിയനും കൂടെ വരുമ്പത്തേന് അവര് ആഫ്റ്ററിന്റെ അവിടെ വെച്ച് ഞങ്ങൾ പതിയെ വന്ന് നല്ല ചീത്ത സ്മെല്ലൊക്കെ ഉള്ള ഇതായതുകൊണ്ട് അവര് നിരച്ചളി അങ്ങ് നിറച്ച് തെറിപ്പിച്ച്. അപ്പൊ മുഖത്തും നേരത്തൊക്കെ വെള്ളം വന്നത് ഇത് നേരെ വണ്ടി എന്ന് വട്ടം വെച്ചിട്ട് ചോദിച്ചു, എവിടെ നോക്കി അവിടെ വണ്ടി ഓടിക്കണേന്ന് ചോദിച്ചു. അപ്പം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അതിന്റെ ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്ന ആള് എന്റെ കഴുത്തിന് നേരെ കുത്തിപ്പിടിച്ചു. അപ്പത്തേന് അവിടെ എന്റെ അല്ല, ബ്രദറിന്റെ അനിയന്റെ. ആരാണത്? അവിടെ അക്ഷയ്. അല്ല, അക്ഷയ് ആരാണ്? ഈ ഡോക്ടറാണോ പിടിച്ചത്, അതോ ഡോക്ടറിന്റെ കൂടെയുള്ള ആളോ? ഡോക്ടർ ഇതിൽ ആരാണെന്ന് നമുക്കറിയില്ല. ഒരാളാണ് ഡോക്ടർ ആഫ്റ്ററിലെ. ലെഫ്റ്റ് സൈഡ് ഡ്രൈവ് ചെയ്യാത്ത ആളാണ് അവന്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിച്ചത്. അപ്പൊ എന്നെയും കൈ എടുക്കുന്നു പറഞ്ഞ് മാറ്റി. അപ്പൊ നാട്ടുകാർ കൂടി ഞങ്ങൾ ആ വിഷയം കഴിഞ്ഞെന്ന് ഓർത്തിങ്ങ് പോന്നു. അപ്പൊ ഞങ്ങളുടെ പുറകെ ചേസ് ചെയ്ത് രാത്രി ആ സ്പോട്ടിൽ തന്നെ വരുമായിരുന്നു. ഓഹോ, ഈ കാറിൽ എത്ര രണ്ടുപേരുണ്ടായിരുന്നുള്ളൂ? ഇല്ല, ഒരു നേഴ്സും ലേഡി ഉണ്ടായിരുന്നു. സ്നേഹ എന്നെങ്ങാണ്ട പേര്. അതെയോ? എന്നിട്ട് ആ പുറകെ നിങ്ങളെ ചേസ് ചെയ്ത് വന്നാണ് വീടിന്റെ മുമ്പിൽ വന്ന് ഈ ബഹളം ഉണ്ടാക്കിയല്ലേ? അതെ അതെ അതെ. ഞങ്ങൾ ഇവിടുത്തെ റോഡാണല്ലോ, മെയിൻ റോഡാണല്ലോ. അവർക്ക് എങ്ങോട്ടേലും പോകാനാണ്. വീട്ടിലോട്ടൊന്നും നമ്മുടെ ഭാഗത്തോട്ട് വരിക നമുക്കറിയില്ലായിരുന്നു. അവരുടെ മനസ്സിൽ ചോദിച്ചതിന്റെ ഇതിൽ കിടക്കണെന്ന് സാധാരണ രീതി ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പോഴാണ് അവര് നേരെ വീടിന്റെ ഫ്രണ്ടിലോട്ടൊന്ന് തെറിയും വിളിച്ച് അങ്ങോട്ട് പോയി. അതിനുശേഷം പപ്പേനെയും അനിയനെയും ഇങ്ങനെ കാറിന്റെ പുറത്തിട്ട് വലിച്ചുകൊണ്ട് നേരെ അനിയനെ 1 കിലോമീറ്ററോളം അവരങ്ങനെ തന്നെ ഉണ്ട്. ഞാൻ പുറകെ കാറിക്കൊണ്ട് ഓടണയായിരുന്നു. പരിക്കെല്ലാം പറ്റിയോ അക്ഷയ്ക്ക്? അനിയന് കൈയുടെ അപ്പൊ തന്നെ നീര് വെച്ച് വീർത്ത് നനക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോ കൈക്ക് മസിൽ ഡാമേജ് ആയെന്നാ പറഞ്ഞ്. പപ്പ സർജറി കഴിഞ്ഞ് കിടന്ന ആളാണ്. പപ്പയാണെങ്കിൽ കണ്ണൊന്നും മുറിഞ്ഞു. അതിനുശേഷം പിന്നെ കാൽമുട്ടെന്ന് കുത്തി ചോര വന്നു. പിന്നെ ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല സമീപനം ആണോ ഉണ്ടായത്? ഇല്ല. ഓൾറെഡി നമ്മള് റിട്ടേൺ കംപ്ലൈന്റ് എഴുതുന്ന ടൈമിലും അവർ കംപ്ലൈന്റ് വേണ്ട, നിങ്ങൾ ആദ്യം ഹോസ്പിറ്റലിൽ പൊക്കോളാനാ പറയണത്. ഞങ്ങൾ പറഞ്ഞില്ല, റിട്ടേൺ കംപ്ലൈന്റ് തരാതെ ഇവിടുന്ന് പോകില്ല, അതിനുശേഷം ഞങ്ങൾക്ക് മെഡിക്കൽ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അവര് സമ്മതിക്കണില്ലായിരുന്നു. അല്ല, അപ്പൊ ഈ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്യണം. അതൊന്നും ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു അവരെ മെഡിക്കലിന് കൊണ്ടുപോകണം, അവരുടെ വണ്ടി സെർച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടും പോലീസുകാർ ഒന്നിനും ചെയ്തില്ല. സിമ്പിളായിട്ട് വണ്ടി വിട്ടു. ഞാൻ ഇന്ന് ചോദിച്ചപ്പോ എന്റെ അടുത്ത് പറയണത് വണ്ടി ആവശ്യമുണ്ടെങ്കിൽ നാളെ എടുപ്പിച്ചാ പോരേന്ന്. ഞാൻ ചോദിച്ചു, അതിൻ്റെ അകത്ത് ഡ്രഗ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലോ, അങ്ങനെയാണെങ്കിൽ കഞ്ചാവും മയക്കുമരുന്നും കൊണ്ട് നടക്കുന്ന കുട്ടികളുടെ പുറകെ എന്തിന് പോലീസ് ഓൺ ദ സ്പോട്ടിൽ ഓടണം? അവർ സെയിൽ ചെയ്തതിന് ശേഷം പോയാ പോരേന്ന് ചോദിച്ചു. അവരപ്പൊ ചിരിച്ചോണ്ടിരുന്നു. അപ്പൊ അതിൽ എസ് ഐ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചേക്കണേന്ന് തോന്നുന്നു. എസ് ഐ പറഞ്ഞത് മെഡിക്കൽ എടുക്കാത്ത അവർ കുടിച്ചിട്ടൊന്നും ഇല്ലെന്നാ തോന്നണത്. അവർ കുടിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു, അതാണ് ഞങ്ങൾ മെഡിക്കൽ എടുക്കാത്തതെന്ന്. ചെക്കപ്പ് ചെയ്താലല്ലേ അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ പച്ചനായിട്ടുള്ള ഒരു ജീവന്റെ വില അറിയാവുന്ന ഒരു ഡോക്ടറും ഇങ്ങനെ കാണിക്കൂല. അല്ല, എന്ത് തർക്കം? ഞാൻ പറയാം, ചെളി തെറിപ്പിച്ച് നമ്മുടെ നാട്ടിലേക്ക് ഈ ചെളി തെറിപ്പിക്കൽ ഒരു വഴിയെ പോകുന്നവർ മറ്റുള്ളവർ മനുഷ്യരാണെന്നുള്ള ഓർമ്മയില്ലാതെയാണ് പലപ്പോഴും ആളുകൾ പോവുക. നടന്നു പോകുന്നവന്റെ മേത്തോ 2 വീലറിൽ പോകുന്ന മേത്തോ ചെളി തെറിപ്പിക്കാൻ പലർക്കും ഒരു കൂസലും ഉണ്ടാവില്ല. അപ്പൊ ചിലപ്പോ ചോദിച്ചാൽ അവിടെ തീരേണ്ട ഒരു പ്രശ്നമല്ലേ? അതിന്റെ പിന്നാലെ വന്ന് സോറി കണ്ടില്ലട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരേണ്ട കാര്യം. നമ്മളും അത് വിട്ട്, നമുക്കറിയില്ല. ഞങ്ങൾ വീട്ടിലോട്ട് ഞാനും കൂടെ പോകുന്നത്. അല്ല, വീട്ടിലേക്ക് ഫോളോ ചെയ്ത് വന്ന് ഇതേപോലെ കൈ പിടിച്ച് ഓടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും സംഭവിക്കാവുന്ന, അപകടം സംഭവിക്കാവുന്ന ചെയ്യുന്നല്ലേ? വണ്ടിക്കകത്ത് ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന ആള് അനിയൻ പുറത്ത് നിക്കണ അനിയന്റെ കൈ ഉള്ളിൽ കൂടെ, കൈ മാത്രം അനിയന്റെ ഉള്ളിൽ, പുറത്തവൻ ഡോറുമേ തൂങ്ങിക്കിടക്കണേ 1/2 കിലോമീറ്റർ. ഞാൻ കാറിക്കൊണ്ട് വരണം. അപ്പനെ അതേപോലെ തന്നെ അങ്ങനെ കൊണ്ടുപോയിട്ട് അപ്പനെ പാതി വഴിയിൽ ഒരൊറ്റേറെറിഞ്ഞ്. എനിക്ക് അപ്പനെ രക്ഷിക്കണോ അനിയനെ രക്ഷിക്കണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്റെ അനിയനെ എങ്ങോട്ടാ കൊണ്ടുപോകണേന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ പുറകെ ഓടുക ചെയ്തത്. അപ്പോഴത്തേക്ക് നാട്ടുകാരൊക്കെ കൂടിയോ അൻസു? ഇല്ല, അവിടെ വന്നതിന് ശേഷമാണ് നാട്ടുകാരൊക്കെ വന്ന് ഓൾറെഡി അനിയനെ റിലീസ് ചെയ്തതിന് ശേഷം. ഇതാരാ ഈ ഫോണിൽ ഇത് പകർത്തിയത്? അത്
ഇത് നമുക്കറിയില്ല. ഞങ്ങളിപ്പോ ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടെ ചെന്ന് CCTV ഫുട്ടേജ് ചോദിച്ചപ്പോഴാണ് ഓപ്പോസിറ്റ് വീട്ടിലൊരു ചേട്ടനാണ് പറഞ്ഞ, മോളെ ഇന്നലെ ടെറസിന്റെ മണ്ടേന്ന് പിള്ളേര് കാണുന്നുണ്ട്, പിള്ളേര് മൊബൈലിൽ ഷൂട്ട് ചെയ്താണെന്ന് പറഞ്ഞ് അവരാണ് ഞങ്ങൾക്ക് കുറച്ച് നല്ല കാര്യമായി തെളിവായിട്ട് ആ ദൃശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? അതെ അതെ, ഇവിടെ എല്ലായിടത്തും CCTV ഉണ്ട്. ഇവിടെ ഒരു കപ്പലുണ്ട്, അവിടുന്ന് അനീനെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണം, ഇത് ആ ചേട്ടൻ CCTV പെൻഡ്രൈവിൽ എടുത്ത് തരാനും കാര്യങ്ങളും പറഞ്ഞിട്ടുമുണ്ട്. അല്ല അതൊക്കെ പോലീസുകാരാണ് ആദ്യം എടുക്കേണ്ടത് നമ്മളെക്കാളും. ഞാനിതൊക്കെ പോലീസിനെ കൊണ്ട് കാണിച്ചപ്പോ അവർ കാണാൻ പോലും SA പറഞ്ഞു എനിക്കതൊന്നും കാണേണ്ട കാര്യമില്ലെന്നാ എന്റെ അടുത്ത് പറഞ്ഞു. കൊള്ളാം. ഇത് ഏത് സ്റ്റേഷന്റെ പരിധിയിലാണ്? ചേരാനെല്ലൂര്. അപ്പോൾ ഇന്നലെ അവർ നാട്ടുകാർ നിർബന്ധിച്ചപ്പോൾ പോലീസ് വണ്ടി കൊണ്ടുപോയി അവരെ സ്വസ്ഥമായിട്ട് വിടുകയും ചെയ്തു അല്ലേ? അതെ, അവരെ സിമ്പിളായിട്ട് ഇറക്കി വിട്ടു. അപ്പൊ ഇന്ന് ചെന്നപ്പോ FIR ഇടുന്ന കാര്യം എന്തെങ്കിലും സംസാരിച്ചോ അതോ കേസേ? ആള് വന്ന് മൊഴി തരാൻ പറഞ്ഞു, അല്ലെങ്കിൽ ആള് ഞങ്ങൾ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോ ഇന്നലെ എഴുതി തന്ന വയ്യാത്ത അവനെയും കൊണ്ടുവന്ന് എഴുതി തന്ന കംപ്ലൈന്റിന് എന്ത് വാല്യൂ? ശരി, എന്തൊരു കഷ്ടമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന. എന്തായാലും ഇപ്പോ നിലവിൽ അച്ഛനും അനിയനും എങ്ങനെയുണ്ട്? ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? പപ്പയ്ക്ക് ഹാർട്ട് പേഷ്യന്റ് ആണ്, ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞിരിക്കും, മേജർ അറ്റാക്ക് കഴിഞ്ഞ. അപ്പൊ ECGയിലൊക്കെ ഒരു വേരിയേഷൻ ഇന്നലെ ഉണ്ടായിരുന്നു, ഹോസ്പിറ്റലിലായിരുന്നു. പക്ഷെ നമ്മൾ കൊണ്ടുവന്നു കേട്ടോ, അഡ്മിറ്റ് ചെയ്യാനൊന്നും നിന്നില്ല. പക്ഷെ അവര് നേരെ എന്ന് അതിലൊരു ലേഡി ഉണ്ടായി, ലേഡിയുടെ മേത്ത് കൈവെക്കോ ഒന്നും, അവള് വീഡിയോ ഷൂട്ട് ചെയ്യണായിരുന്നു, ഒരു അക്ഷരവും ആരും ഒന്നും പറയാതെ അവള് എന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇന്റിമേഷൻ എടുത്ത് പോലീസിന് കൊടുത്തേക്കുന്നു. അവളുടെ പേരിൽ കംപ്ലൈന്റ്. ഐ തിങ്ക് എന്റെ അനിയൻ അവളെ എന്തെങ്കിലും ചെയ്തെന്ന് എന്തെങ്കിലും ആയിരിക്കും, എനിക്കറിയത്തില്ല. ഹോസ്പിറ്റലിൽ ചെന്നപ്പം എനിക്കറിയാൻ സാധിച്ചത് സ്നേഹ എന്ന് പറഞ്ഞുള്ള നേഴ്സാണ് ഇന്റിമേഷന് വേണ്ടി കംപ്ലൈന്റ്, അതായത് വിക്ടിം ആയേക്കണേ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതൊക്കെ എന്തിന്റെ ബേസിലാണെന്നൊന്നും എനിക്കറിയില്ല, കാരണം ഞങ്ങളുടെ ഫുള്ള് എല്ലാം കിടക്കണ CCTVയില്. ഇത്രയും ദൃശ്യങ്ങളുണ്ടായിട്ടും വേണ്ട നടപടികളൊന്നും എടുക്കാൻ തയ്യാറായില്ല. ഒരു ചെളി തെറിപ്പിച്ച തർക്കം ഇങ്ങനെ മനുഷ്യനെ കൊല്ലാൻ ശ്രമിക്കുന്ന തരത്തിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ഭീകരമാണ്. അൻസു, എന്തായാലും സമാധാനമായിട്ടിരിക്കും. പോലീസ് ഇതൊക്കെ കാണുന്നുണ്ടാവും, വേണ്ട നടപടി എടുക്കുന്ന പ്രതീക്ഷിക്കാം. അതെ, ശരി.